വിവാദങ്ങൾക്കിടെ സർക്കാർ മുഖം മിന്നുക്കുന്നു. 2 പുതിയ മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. പിണറായി മന്ത്രിസഭയിലേക്ക് നാളെ 2 പുതിയ മന്ത്രിമാർ വരും. കെ.പി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും രണ്ടുപേരും മന്ത്രിമാരെന്ന നിലയിൽ നേരത്തെ പരിചയമുള്ളവരാണ്. 2006 വി എസ് അച്യുതാനന്ദൻ സർക്കാരിലും 2016 പിണറായി സർക്കാരിലും മന്ത്രിയായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതിനു മുമ്പേ മന്ത്രിസഭയിലെത്തിയ ആളാണ് കെ.പി. ഗണേഷ് കുമാർ. 2001 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സിനിമാ വനം വകുപ്പ് മന്ത്രിയായിരുന്നു കെ.പി. ഗണേഷ് കുമാർ. രണ്ടുപേരും 3ാം തവണ മന്ത്രിമാരായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണിയിലെ മുൻധാരണ അനുസരിച്ച് അഹമ്മദ് ദേവർകോവിലും അതുപോലെ ആന്റണി രാജുവും രാജിവെച്ച ഒഴിവിലേക്കാണ് 2 മന്ത്രിമാർ വരുന്നത്. ഇവർ ഭരിച്ചിരുന്ന വകുപ്പുകൾ തന്നെയാണ് സ്വാഭാവികമായും 2 മന്ത്രിമാർക്കും. അതായത് ഗതാഗത വകുപ്പ് കെ.പി. ഗണേഷ് കുമാറിനും തുറമുഖ പുരാവസ്തു വകുപ്പ് അഹമ്മദ് ദേവർകോവിൽ നൽകാനാണ് മുന്നണിയിലെ ധാരണ. മുഖ്യമന്ത്രിയാണ് വകുപ്പുകളുടെ വിഭജനം പൂർത്തിയാക്കി ഗവർണർ അറിയിക്കേണ്ടത്. അത്തരമൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് അറിയുന്നു. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, ഗതാഗതം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, സിനിമാ വകുപ്പ് വേണമെന്ന് സിനിമാക്കാരൻ കൂടിയായ മന്ത്രി കെ.പി. ഗണേഷ് കുമാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് സിനിമാ വകുപ്പ് ലഭിക്കുമെന്ന ആഗ്രഹം ഗണേഷ് കുമാറും പാർട്ടിയും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം സജി ചെറിയാനാണ് നിലവിൽ സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ആ വകുപ്പ് വിട്ടുകൊടുക്കാൻ സിപിഎം തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഗണേഷിന്റെ ആവശ്യം മുഖ്യമന്ത്രിയോ മുന്നണിയോ അംഗീകരിക്കാൻ ഇടയില്ല. ഏതായാലും നാളെ 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. രാജ്ഭവനിൽ ആണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിലാണ് സാധാരണ കഴിഞ്ഞ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ നടത്തിയത്. പക്ഷേ ഇപ്പോൾ 1000-ലധികം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പുതിയ പന്തൽ, പ്രത്യേക താൽക്കാലിക പന്തൽ രാജ്ഭവനിലെ പാർക്കിംഗ് ഏരിയയിൽ തയ്യാറാകുന്നുണ്ട്. അവിടെയാകും സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകിട്ട് തലസ്ഥാനത്തെത്തും. അദ്ദേഹം ഔറംഗാബാദിൽ നിന്നാണ് തലസ്ഥാനത്തേക്ക് വരുന്നത്. നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ മുംബൈയിലേക്ക് പോവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഗവർണർ പോരെ അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു എന്ന ഗുരുതരമായ ആരോപണം ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരിക്കുന്നു. അതിന് മറുപടി എന്നോണം ഗവർണറുടെ പ്രവർത്തനങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രി കത്തിലൂടെ സമീപിച്ചിട്ടുണ്ട്. അത്തരമൊരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് നാളെ മുഖ്യമന്ത്രിയും ഗവർണറും മുഖാമുഖം കാണുന്നു, ഒരേ വേദി പങ്കിടുന്നുവെന്ന അസാധാരണമായ ഒരു കാര്യം നാളെ ഉണ്ടാകും. നാളെ വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. അവിടെ സ്വാഭാവികമായി മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം കൈകൊടുക്കുന്നത് സൗഹൃദ സംഭാഷണം നമുക്ക് കാണാനാകും. അങ്ങനെ രാഷ്ട്രീയ കൗതുകമുള്ള മുഹൂർത്തമായി കൂടി അത് മാറും. മന്ത്രിമന്ദിരം വേണ്ടെന്ന് കെ.പി. ഗണേഷ് കുമാർ നിലപാടെടുത്തോടെ മൻമോഹൻ ബംഗ്ലാവ് ഒഴിഞ്ഞുകിടക്കും. മന്ത്രിമാർ വാഴില്ലെന്ന കുപ്രസിദ്ധിയുള്ള ബംഗ്ലാവ് ഒഴിഞ്ഞുകിടക്കുന്നതും ഒരു കൗതുകമാണ്. ഔദ്യോഗിക വസതി എല്ലാ മന്ത്രിമാരുടെയും അവകാശമാണ്. ആ ഒരു അവകാശം വേണ്ടെന്ന് കെ.പി. ഗണേഷ് കുമാർ സർക്കാരിനെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ, ഗവർണറുടെ എതിർപ്പൊക്കെ നേരത്തെ ഉയർന്നു വന്നതാണ്. തനിക്ക് പേഴ്സണൽ സ്റ്റാഫുകൾ പരമാവധി വേണ്ട, അതിലും എണ്ണം കുറവ് മതി എന്ന നിലപാട് കൂടി, മാതൃകാപരമായ നിലപാട് കൂടി കെ.പി. ഗണേഷ് കുമാർ സ്വീകരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കെ.പി. ഗണേഷ് കുമാർ മന്ത്രിയായാൽ എത്തേണ്ടത് ഇപ്പോൾ ആന്റണി രാജു താമസിക്കുന്ന ഈ മൻമോഹൻ ബംഗ്ലാവിലാണ്. ഈ മൻമോഹൻ ബംഗ്ലാവിൽ ആന്റണി രാജു ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വരും ദിവസം ഇവിടുന്ന് താമസം മാറും. പക്ഷേ കെ.പി. ഗണേഷ് കുമാർ സ്വാഭാവികമായും വസതി വേണ്ടെന്ന് പറയുമ്പോൾ മൻമോഹൻ ബംഗ്ലാവ് ഒഴിഞ്ഞുകിടക്കും. അപ്പോൾ ചില രാഷ്ട്രീയ കൗതുകങ്ങൾ കൂടി അതുമായി ചേർത്ത് വായിക്കണം, ചില അന്ധവിശ്വാസ കഥകൾ കൂടി അതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മൻമോഹൻ ബംഗ്ലാവിന്റെ ഒരു അപഖ്യാതി ഇവിടെ മന്ത്രിമാർ വാഴാത്ത മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കൽ താമസിച്ചവരാരും ഒന്നുകിൽ മന്ത്രിസഭയുടെ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് മറ്റൊരിക്കലും കടന്നു വന്നിട്ടില്ല എന്ന ചീത്തപ്പേരുള്ള, ദുഷ്പേരുള്ള ഒരു അന്ധവിശ്വാസം പേറുന്ന ഒരു ഔദ്യോഗിക വസതി കൂടിയാണ് ഈ മൻമോഹൻ ബംഗ്ലാവ്. അവിടേക്ക് കെ.പി. ഗണേഷ് കുമാർ എന്തായാലും എത്തില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. അത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണെന്ന് ഒരുപക്ഷെ വിമർശനം ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം പറയുന്നത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഗണേഷ് കുമാറിന് തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിൽ അദ്ദേഹത്തിന് സ്വകാര്യ വസതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെലവിൽ താമസം വേണ്ട എന്ന ഒരു മാതൃകാപരമായ നിലപാട് ഗണേഷ് കുമാർ സ്വീകരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഷ്യം.